നമസ്കാരം. പാകിസ്ഥാൻ ഒരു യാചക രാഷ്ട്രമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പോലും അത്തരത്തിലൊരു സംശയമില്ല. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊന്ന് പരിശോധിച്ചാൽ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു കുറ്റസമ്മതം പോലെ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, നമ്മുടെ രാജ്യത്ത് നിന്ന് ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ യാചിക്കുവാനാണ് ചെല്ലുന്നത് എന്നാണ്. അത് സത്യമാണ്. യാചന അല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഗതികേടാണത് എന്ന് അദ്ദേഹം പരസ്യമായി പ്രസ്താവിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ തങ്ങളെ ലോകരാഷ്ട്രങ്ങൾ യാചകരായാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അത് നാം നിഷേധിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഭീകരവാദം മാത്രമൊരു അവരുടെ പ്രധാന ഉൽപ്പന്നമായി ലോകത്തെ മുഴുവൻ കയറ്റി അയക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ നാം അത് നിഷേധിക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനെക്കുറിച്ച് ഇപ്പോൾ പറയുവാനുള്ള കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പാകിസ്ഥാന് UAE നൽകിയിരുന്നൊരു സാമ്പത്തിക സഹായമുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, ഒരു $3.4 ബില്യൺ US. അത് പെട്ടെന്ന് തന്നെ തിരികെ തരണം എന്ന് UAE ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അത് 2 ഘട്ടങ്ങളായി തിരിച്ചടയ്ക്കുകയും ചെയ്തു. മുഴുവൻ തുകയും പാകിസ്ഥാൻ തിരിച്ചടച്ചു. അപ്പോൾ പ്രേക്ഷകർക്ക് തോന്നാം, ഇപ്പോഴല്ലേ പറഞ്ഞത്, കുറച്ചു മുമ്പല്ലേ പറഞ്ഞത് യാചക രാഷ്ട്രമാണെന്ന്. അപ്പോൾ എങ്ങനെ $3.4 ബില്യൺ പാകിസ്ഥാൻ ഒറ്റയടിക്ക് UAEക്ക് തിരിച്ചടച്ചു? 2 ഘട്ടമായിട്ടാണ്. എന്നാലും അടുത്തടുത്ത കാലഘട്ടത്തിലായതുകൊണ്ട് ഒറ്റയടിക്കുന്നത് തന്നെ നമുക്കതങ്ങ് സങ്കല്പിക്കാം, അല്ലെങ്കിൽ അതിനെ അങ്ങ് തീരുമാനിക്കാം. മറ്റൊന്നുമല്ല, സൗദി അവർക്കൊരു സാമ്പത്തിക സഹായം നൽകി ഇത് തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയിട്ട്. UAE ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഈ കൊടുത്ത കടം പെട്ടെന്ന് തന്നെ തിരികെ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുവാനുള്ള കാരണം ഈ ഇറാനുമേൽ US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം അതിനൊരു മധ്യസ്ഥൻ എന്നുള്ള റോളിൽ പാകിസ്ഥാൻ സ്വയം അവതരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൗദിയുമായിട്ട് പാകിസ്ഥാൻ കുറച്ച് കൂടുതൽ അടുത്തു. സൗദിയിലേക്ക് ഒരു 13,000 പട്ടാളക്കാരെ അയക്കുകയും ഇറാനെ പ്രതിരോധിക്കുവാനെന്നുള്ള തരത്തിൽ, എന്നാൽ ഇറാനുമായി അടുപ്പം കാണിക്കുകയും ചെയ്യുന്നൊരു ഇരട്ടത്താപ്പുണ്ടല്ലോ. ഇത്തരത്തിലുള്ളൊരു നയം UAE-യെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ കടം തിരികെ അടയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതും പാകിസ്ഥാൻ അത് ചെയ്യേണ്ടി വന്നതും സൗദിയുടെ സഹായം സ്വീകരിക്കേണ്ടി വന്നതും. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിൻ്റെ ഏതാണ്ട് പകുതിയോളം ഷെയറുകളും അവരുടെ വിദേശ സംഭരണവും സൗദിയുടെ അധീനത്തിൽ ആണിപ്പോൾ. സൗദിയുടെ അധീനതയിൽ ഈ സെൻട്രൽ ബാങ്ക് വരുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി സൗദി ഇത് തിരികെ ചോദിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെന്തെങ്കിലും ഒരു സാമ്പത്തിക നടപടി ഭാവിയിൽ എടുക്കുകയോ ചെയ്താൽ, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വ്യക്തമായി പറയുകയാണെങ്കിൽ സൗദിക്ക് പാകിസ്ഥാനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. UAE ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചതിന് ഒരു കാരണം ഇന്ത്യയും കൂടിയാണ്. UAE-ക്കും ഇന്ത്യയ്ക്കുമിടയിലുള്ള ഊഷ്മളമായൊരു സൗഹൃദം, സൗദിയുമായിട്ടും അത്തരത്തിലൊരു സൗഹൃദം ഭാരതം സൂക്ഷിക്കുന്നുണ്ട്. ആ സൗഹൃദത്തിൻ്റെ പുറത്ത് ഭാരതത്തിൻ്റെ എന്തെങ്കിലും ഒരു നയതന്ത്ര നീക്കമുണ്ടായാൽ ഒരുപക്ഷെ സൗദിയും ഇത്തരത്തിലുള്ളൊരു കടം തിരികെ ചോദിക്കുകയും പാകിസ്ഥാൻ വീണ്ടും യാചകരിൽ നിന്ന് പരമദരിദ്രരായ യാചകരോ അല്ലെങ്കിൽ പാതാളക്കുഴിയിൽ കിടക്കുന്ന യാചകരോ ആയി മാറുന്ന കാലം വിദൂരമല്ല. പ്രശ്നം ആ രാജ്യത്തുണ്ടാകുന്ന അസ്ഥിരതയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ആ രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന അസ്ഥിരത ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി മാത്രമായി നിലനിന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, ഖൈബർ പഖ്തൂൺ മേഖല ഏതാണ്ട് അതിൻ്റെ ഒരു 2/3 ഭാഗം അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലാണ് എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്ന് വിവരങ്ങൾ അധികം പുറത്തു വരാത്തതുകൊണ്ട് കൃത്യമായി അറിയില്ല. പക്ഷേ എന്തായാലും ഖൈബർ പഖ്തൂൺ മേഖലയുടെ നല്ലൊരു ഭാഗം അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ കയ്യിലാണ്. ബലൂചിസ്ഥാനിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ ആഭ്യന്തരമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതും രൂക്ഷമായ പ്രശ്നങ്ങൾ, സംഘർഷത്തിലേക്ക് പോകുന്ന. ഈ കഴിഞ്ഞ ഇടയിൽ 400 കുട്ടികളെ ഹോസ്പിറ്റലിൽ ബോംബിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കൊലപ്പെടുത്തി. അതിൻ്റെ പ്രതികാര നടപടികളായി നൂർ ഖാൻ എയർബേസിലൊക്കെ താലിബാൻ്റെ ആക്രമണങ്ങളുണ്ടായി. പാകിസ്ഥാനിൽ നിരന്തരമായ താലിബാൻ ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ ബലൂചിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും ഒരു വേട്ടയാടി കൊല്ലുന്നത് പോലെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും. അതൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പോലും പാകിസ്ഥാനിൻ്റെ ഔദ്യോഗിക വക്താക്കൾ, സൈന്യത്തിൻ്റെ ഔദ്യോഗിക വക്താക്കൾ ഇപ്പോൾ പുറത്തുവിടുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നൊരവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധിയും കൂടി വന്നാൽ, അല്ലെങ്കിൽ തന്നെ ഇന്ധനക്ഷാമമുണ്ട് പാകിസ്ഥാനിൽ, ജലം ലഭിക്കാനില്ല, ഭാരതത്തിൻ്റെ ഒരു നിരോധനത്തിൻ്റെ ഭാഗമായി പല ഭാഗങ്ങളിലും വെള്ളം പോലും കിട്ടാനില്ല.
ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഈ മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അമേരിക്കയോ ഇറാനെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ഒപ്പം നിർത്തി സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക, ഒപ്പം തന്നെ സൈനികപരമായി ഭാരതത്തിന് എതിരിടുവാനുള്ളൊരു ശക്തി ഏതെങ്കിലും ഒരു തരത്തിൽ സംഭരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അവിടെയുമുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ വൃത്തിയായി ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ഏറിപ്പോയാൽ ഒരു 2 മുതൽ 5 വർഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനെ ഒരു 4ആയി വിഭജിക്കുവാൻ ഭാരതത്തിന് സാധിക്കും. അമേരിക്ക അതിൽ ഇടപെട്ടേക്കാം, ഇടപെടാതിരിക്കാം. അത് അമേരിക്കയുടെ കാര്യം. ഇടപെട്ടാൽ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. കാരണം അമേരിക്ക ഒരു ലോകശക്തി തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രസക്തി, ഇസ്രായേലും ഭാരതവുമായിട്ടുള്ള ബന്ധം. അത്തരത്തിലൊരു സങ്കീർണമായിട്ടുള്ളൊരു നയതന്ത്ര ഗെയിം, ഒരു ഡിപ്ലോമാറ്റിക് ഗെയിം ഭാരതത്തിന് കളിക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു നയതന്ത്ര ചൂതാട്ടം ഭാരതം നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. അന്താരാഷ്ട്ര വാർത്താമാധ്യമങ്ങൾ ആരോപിക്കുക വരെ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കം നടത്തി 4ആയി പാകിസ്ഥാനെ വിഭജിക്കുന്ന സമയത്ത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ള പഞ്ചാബ് പോലുള്ള, കാരണം ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ ഭരണവർഗം എന്ന് പറയുന്ന മിക്കവാറും ഒരുവിധം അതിൻ്റെ ഒരു ഭൂരിഭാഗം ആളുകളും ഈ പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. ഈ പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാൻ്റെ ഒരു പഞ്ചാബ് പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യയിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഭരണവർഗം ഒരുപക്ഷെ നാട് വിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അമേരിക്കയിലോട്ടോ ചേക്കേറും. പക്ഷേ അവരുടെ ഒരു പിൻഗാമികൾ, അല്ലെങ്കിൽ ഈ ഒരു വംശീയ യുദ്ധമായി മാറുന്ന സാഹചര്യത്തിൽ അവരുടെ പിൻഗാമികളുള്ള ഈ പഞ്ചാബ് പ്രവിശ്യകളിലേക്ക് മറ്റ് പ്രവിശ്യകളിൽ നിന്ന് ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അനുരണങ്ങൾ ഭാരതത്തിലേക്കും പ്രവഹിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം ഭാരതം ഒരു അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണിതെല്ലാം. അത്തരത്തിലുള്ളൊരു ആശങ്കയും ഭാരതത്തിന് ഇതിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മുൻകരുതലുകളെല്ലാം എടുത്തതിന് ശേഷമേ ഇത്തരത്തിൽ 4ആയിട്ട് പാകിസ്ഥാനെ വിഭജിക്കുക എന്നുള്ളൊരു കടുത്ത നടപടിയിലേക്ക് ഭാരതം കടക്കുവാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളെല്ലാം ഒരുങ്ങി വരുന്നുണ്ട്. അതിൻ്റെ തുടക്കങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ദുബായിയുടെ ഇപ്പോൾ ഈ കടം തിരികെ ആവശ്യപ്പെടൽ, പാകിസ്ഥാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തൽ. പാകിസ്ഥാൻ്റെ മേൽ സമ്മർദ്ദമൊന്നുമില്ല, ഞങ്ങൾ നിസ്സാരമായി ലോൺ തിരിച്ചടച്ചു എന്നൊക്കെ ഖ്വാജ ആസിഫ് മുതൽ ഷഹബാസ് ഷെരീഫ് വരെയുള്ള അവരുടെ ഭരണകർത്താക്കൾ പറയുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. കാരണം സൗദിയുടെ അധീനതയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ റിസർവ് ബാങ്ക്. അതിൻ്റെ വിദേശ നാണ്യ സംഭരണിയുടെ ഒരു പകുതിയോ പകുതിയിലധികമോ സൗദിയുടെ നിയന്ത്രണത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ വിദേശ നാണ്യ സംഭരണി മറ്റൊരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാവുക എന്ന് പറയുന്നത് തന്നെ ആ രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അവരുടെ ഒരു നാണ്യത്തിൻ്റെ ഒരു പാകിസ്ഥാൻ രൂപയുടെ ഒരു മൂല്യനിർണ്ണയം പോലും ഇനി സൗദിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും. അടിസ്ഥാനപരമായിട്ട് പണ്ടേ അടിമകളാണ്, ഇപ്പോൾ പൂർണ്ണമായും അടിമപ്പെട്ടൊരവസ്ഥയിലേക്ക് സൗദിയുടെ കാൽച്ചുവട്ടിലേക്ക് തല കൊണ്ടുവച്ചൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ. അല്ലെങ്കിൽ തന്നെ ഇറാൻ പ്രശ്നത്തിൽ ഇടപെട്ട് TG മോഹൻദാസ് പറയുന്നത് പോലെ ആ പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് തന്നെ ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ. അതിനോടൊപ്പം സൗദിയുടെ കാൽച്ചുവട്ടിൽ തലയും കൂടി കൊണ്ടുവച്ചു. ആ പൂരി പെട്ടിരിക്കുന്നു, തലയും കൂടി കൊണ്ടുവച്ചു കൊടുത്തു. എന്തായാലും 4ആയിട്ട് വിഭജിക്കപ്പെടുവാനുള്ള പാകിസ്ഥാൻ്റെ വിധി എത്രത്തോളം അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളത് മാത്രമേ ഇനി അറിയുവാനുള്ളൂ. അത് വൈകാതെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.